ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ മമ്മൂക്ക തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ തീപടർത്തുന്നത് മമ്മൂക്ക സിനിമകളുടെ അപ്ഡേറ്റുകൾ തന്നെയാണ്. രണ്ട് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഖലീഫ എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ ക്യാമിയോ റോളിൽ അല്ലെങ്കിൽ പ്രധാന കേന്ദ്ര കഥാപാത്രമായി മമ്മൂക്ക എത്തുന്നു എന്നുള്ളതാണ്. മമ്മൂക്കയാകുമ്പോൾ നമുക്കറിയാം, ഒന്നെങ്കിൽ ജസ്റ്റ് ഒരു ക്യാമിയോ റോൾ അല്ലെങ്കിൽ അതിനകത്തിലെ നല്ല കഷ്ണം അടിച്ചുകൊണ്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു സിനിമയിലെ മുഖ്യ ആകർഷണവും മമ്മൂക്ക തന്നെയായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം ഈ ഒരു സിനിമയിൽ വൈശാഖിൻ്റെ ഈ ഒരു ചിത്രത്തിൽ മമ്പറയ്ക്കൽ അഹമ്മദ് അലിയായി മമ്മൂക്ക എത്തുന്നു എന്നുള്ളതാണ്. ആമിർ അലി ആണ് നമ്മുടെ പൃഥ്വിരാജ് അഭിനയിക്കുന്ന കഥാപാത്രം. എന്തായാലും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വരുന്ന ഓണത്തിന് തീ പറത്താൻ വൈശാഖിൻ്റെ ഈ ഒരു സിനിമ വരുമ്പോൾ ഖലീഫ 2026 ഓണം റിലീസായിട്ടാണ് എത്തുന്നത്. മമ്മൂക്കയും പൃഥ്വിരാജും ഒരുമിക്കുമ്പോൾ അത് തീപടരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ഗംഭീര അപ്ഡേറ്റ് വേറെ ഒന്നുമല്ല, കളംകാവൽ എന്ന നമ്മൾ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ചിത്രം തന്നെയാണ്. അതെ, ആ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇതാ വരാൻ പോവുകയാണ്. ട്രെയിലർ നാളെ വൈകുന്നേരം 6 മണിക്കാണ് റിലീസാകുന്നത്. ഒഫീഷ്യൽ ട്രെയിലർ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമയുടെ ട്രെയിലർ തിയേറ്ററുകളിലും നാളെ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനത്തിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഇറങ്ങുന്ന പ്രീമിയർ ഷോയിലൂടെ തന്നെ ഇതിൻ്റെ ട്രെയിലറും എത്തുന്നു എന്നുള്ളതാണ്. അതിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലൂടെ 6 മണിക്ക് ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എവരി ക്ലൂ ഹൈഡ്സ് അനദർ ലൈ എന്നുള്ളത് തന്നെയാണ് ക്യാപ്ഷൻ. അതെ, നമ്മൾ കണ്ടു, ഇന്നലെ വരെ ഇറങ്ങിയ ഓരോ അപ്ഡേറ്റും ഒന്നിനൊന്നിനും മികച്ച അതിഗംഭീരമായ അപ്ഡേറ്റുകളുമായിട്ട് തന്നെയാണ് സിനിമ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷൻ നടന്നിരിക്കുന്ന. സമീപകാലത്തോ സാധാരണയായോ മമ്മൂട്ടി സിനിമകൾക്ക് കാണാത്ത തരത്തിലുള്ള ഗംഭീര പ്രൊമോഷൻ. ഒരു കാര്യവും കൂടെ നമുക്ക് ഊട്ടി ഉറപ്പിക്കാം, 2026 മമ്മൂട്ടി വർഷം തന്നെയായിരിക്കും. വേറെ ഒന്നുമല്ല, സംസ്ഥാന അവാർഡ് ഉറപ്പിക്കാം ഈ ഒരു സിനിമയിലൂടെ. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത്രയും കോൺഫിഡൻസ് ആണ് ഈ ഒരു സിനിമയുടെ ആ ഒരു വേഷത്തിനെന്ന് നമ്മളെ ഓരോ വ്യക്തികളുടെയും ഉള്ളിലറിയാം. എന്തായാലും പതിവ് തെറ്റിക്കുന്നില്ല മമ്മൂട്ടി. കഴിഞ്ഞ 4-5 വർഷമായി ഒരു സൈഡിൽ മമ്മൂട്ടി നിൽക്കും, ബാക്കിയുള്ളവർ ക്യൂ നിന്ന് മത്സരിക്കാമെന്നുള്ള കാഴ്ച അത് ഇക്കുറിയും മാറ്റമുണ്ടാവില്ല എന്നുള്ളതും നമുക്ക് കാണാം. എന്തായാലും നാഷണൽ അവാർഡ് വരെ നേടാൻ ചാൻസ് ഉള്ള ഒരു സംഭവം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ അതിൻ്റെ കാര്യം നമുക്കറിയാം, ഒരിക്കലും കിട്ടാത്ത ഒരു മുന്തിരി പോലെ അവിടെ കിടക്കട്ടെ എന്ന് തന്നെ പറയാം. എന്തായാലും കളംകാവലിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമയിൽ വിനായകനും ഒപ്പം മമ്മൂട്ടിയും ഒരുമിക്കുമ്പോൾ അതൊരു അഭിനയത്തിൻ്റെ തീപ്പൊരി അല്ലെങ്കിൽ ആ ഒരു മാറ്റുലി നമുക്കിവിടെ കേൾക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അത്ര ഗംഭീരമായിട്ടുള്ള കൊടൂര പെർഫോമൻസ് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. മമ്മൂട്ടിയുടെ ചുവടുമാറ്റം അതിഗംഭീരം. എന്താണ് ഒരു നടൻ ചെയ്യേണ്ടത്, ഏത് റേഞ്ചിൽ പോകണം, എന്താണ് പുതുമ, അത് നോക്കിപ്പോകുന്ന മമ്മൂട്ടി എന്ന നടനെ നമുക്ക് വീണ്ടും കാണാം. തുടർന്നും അദ്ദേഹം ഇതേപോലെയുള്ള അതിഗംഭീര സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.